ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ അതിമാരകമായ ആക്രമണം. 24 മണിക്കൂറിനിടെ യമനിലെ 30 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന ബോംബിട്ടത്. യമന്റെ തലസ്ഥാനമായ സന, ചെങ്കടലിലെ യമന്റെ കീഴിലുള്ള ദ്വീപായ കമാര തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ വലിയ ആക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഹൂതികളുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ഒരു ദിവസം അമേരിക്കൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായത്. ഹൂതികൾക്കെതിരെ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി നിരന്തരമായ ആക്രമണം അമേരിക്ക ശക്തിപ്പെടുത്തുകയാണ്. ചെങ്കടലിലൂടെയും ഏദൻ കടലിടുക്കിലൂടെയും കടന്നു പോകുന്ന അമേരിക്കൻ ബന്ധമുള്ള, ബ്രിട്ടീഷ് ബന്ധമുള്ള, ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ നിരന്തരമായി ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ. പലതവണ അമേരിക്ക യമന് കൃത്യമായ വാണിംഗ് നൽകിയിരുന്നതാണ്. എന്നാൽ വീണ്ടും അമേരിക്കൻ പടക്കപ്പലായ ഹാരി എസ് ട്രൂമാന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തി. പടക്കപ്പലിന് ചെറിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. ഇതോടുകൂടി ഹൂതികൾക്ക് നേരെ വമ്പൻ യുദ്ധമാണ് അമേരിക്ക ആരംഭിച്ചത്. അമേരിക്കയുടെ എയർ സ്ട്രൈക്കുകൾ യമനിലെ വിവിധ മേഖലകളിലെ ഹൂതി കേന്ദ്രങ്ങളെ തകർത്തരിപ്പണമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം വമ്പൻ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. 24 മണിക്കൂറിനിടെ 30 കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. ഹൂതികളുടെ നടുവൊടിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് അമേരിക്ക ശക്തിപ്പെടുത്തുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഹൂതികൾക്ക് പിന്തുണയില്ല. യമൻ ഭരണകൂടം ഹൂതികളെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹൂതികളെ പിന്തുണച്ചിരുന്ന യമന്റെ ഔദ്യോഗിക സൈന്യം ഇപ്പോൾ ആ നടപടിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. അടുത്ത ലക്ഷ്യം ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റില്ലമായ ഹുദൈദ തുറമുഖമാണെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹുദൈദയെ എത്രയും വേഗം തകർത്ത് തരിപ്പണമാക്കും, അതാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനുമായി യുദ്ധത്തിനൊരുങ്ങുന്ന അമേരിക്ക അതിനു മുൻപ് ഹൂതികളെ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാരകമായ ആക്രമണം നടത്താനുള്ള അമേരിക്കൻ നീക്കത്തിന് പിന്നിൽ. എന്നാലും ഹൂതികൾക്ക് വരും മണിക്കൂറുകൾ നിർണായകമാണ്. അമേരിക്കയുടെ വ്യോമാക്രമണം ഹുദൈദ തുറമുഖത്തിലേക്കും സനയിലേക്കും വീണ്ടും ഉണ്ടാകും. ഹൂതികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തച്ചു തകർക്കാനുള്ള കനത്ത ആക്രമണം തന്നെയാണ് യമനിലേക്ക് ഇപ്പോൾ അമേരിക്ക തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഹൂതികളെ ഒരു ഭാഗത്ത് തീർത്ത ശേഷമായിരിക്കും ഇറാന് നേരെ അമേരിക്ക തിരിയുക. എല്ലാ കാലത്തും ഹൂതികൾക്ക് സൈനികവും സാമ്പത്തികവുമായ സഹായം ചെയ്തു വന്നത് ഇറാനാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിലൊന്നാണ് ഹൂതികൾ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ചെങ്കടലിലൂടെയുള്ള അമേരിക്കൻ, ഇസ്രായേൽ, ബ്രിട്ടൻ ചരക്ക് കപ്പലുകളൊക്കെ ആക്രമിക്കുന്നത്. ഹൂതികൾക്ക് ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ നൽകുന്നത് ഇറാനാണ്. മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ പ്രധാനപ്പെട്ട പ്രോക്സികളാണ് ഹൂതികളും ഹിസ്ബുള്ളയും പിന്നെ ഹമാസും. ഇതിൽ ഹമാസിന്റെ അന്ത്യയാത്ര ഏകദേശം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയെ മറുഭാഗത്ത് ഇസ്രായേൽ ഒതുക്കിയിരിക്കുന്നു. ഇനി ഹൂതികൾ മാത്രമാണുള്ളത്. ആ ഹൂതികളെ ഉപയോഗിച്ച് നിരന്തരമായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം അതിനെയൊക്കെ നിർവീര്യമാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ 100-ലധികം മിസൈലുകൾ, 2200-ലധികം കിലോമീറ്റർ ദൂരപരിധിയിൽ പോകാൻ ശേഷിയുള്ള 100-ലധികം മിസൈലുകളെ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററി അതിന്റെ 2ാം ഘട്ടം ഇസ്രായേലിന് കൈമാറിയത്. കഴിഞ്ഞ വർഷം 1ാം ഘട്ടം കൈമാറിയിരുന്നു. 2ാം ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൂടി വിന്യസിക്കുന്നതോടെ കൂടുതൽ കരുത്തുറ്റതാകും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം. ഒരു മിസൈലുകൾക്കും അതിനെ ഭേദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ചില വാർത്തകൾ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ്. ലെബനനിലേക്ക് ഇസ്രായേലി സേന ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം മേധാവിയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വെടിനിർത്തൽ കരാറിന് ഇടയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ വീണ്ടും ഇസ്രായേൽ വെടിയുതിർത്തിക്കുന്നത്. ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗം മേധാവിയെ എയർ സ്ട്രൈക്കിലൂടെ, ഡ്രോൺ അറ്റാക്കിലൂടെ ഇസ്രായേൽ വധിച്ചതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.